Hi dears, welcome to chemistry class. നമ്മൾ ഫസ്റ്റത്തെ ചാപ്റ്റർ തുടങ്ങുകയാണ്. The periodic configuration, how to write the periodic configuration, etc. So നമ്മൾ ജസ്റ്റ് ഒരു ഇൻട്രൊഡക്ഷൻ കൊടുത്തു. അപ്പം ക്ലാസ് മിസ്സായവർക്ക് വേണ്ടിയിട്ട് അതൊന്നും കൂടി മിസ്സ് പറയുകയാണ്. നമ്മൾ 9th സ്ട്രക്ചർ ഓഫ് ആറ്റത്തിൽ ബോർ മോഡൽ ഓഫ് ആറ്റം പഠിച്ചിരുന്നു. ബോർ മോഡൽ ഓഫ് ആറ്റം. ബോർ മോഡൽ അനുസരിച്ചിട്ട് the nucleus is at the center and the electrons are revolving around the nucleus in shells or particular energy levels called shells. Then there are so many shells around the nucleus. The first shell, he called the first shell as K shell, second shell as L shell, third shell M, fourth shell N, etc. Then each shell can maximum accommodate a number of electron, and we can find out the number of electron using the equation 2n square. N is the value, that is 1, 2, 3, etc. If the shell is first shell, the value of n is equal to 1. If it is second shell L, the value of n is equal to 2, like that. So just substitute the value of n in this equation so that we can find out how many electrons can accommodate in K shell, L shell, M shell, etc. So by substituting this, in K shell the n value is 1, so the total number of electron is 2. Then in L shell the number of electron that can accommodate is equal to 2 into 2 square, which is equal to 8. Then like this, in M shell it can accommodate 18 electrons. In N shell it can accommodate 32 electrons. So like this we studied in the previous year. Now in this chapter we are going to discuss about little more deeply about the electronic configuration. നമ്മളുടെ ഈ ഷെൽസിലല്ല, ഈ ഷെൽസിൻ്റെ ഉള്ളിലുള്ള സബ് ഷെല്ലുകളുണ്ട് എന്ന് സയൻറ്റിസ്റ്റുകൾ പ്രൂവ് ചെയ്തു. ഓരോ ഷെല്ലിൻ്റെ ഉള്ളിലും നമ്മളതിനെ KLMN എന്ന് വിളിക്കും. ആ ഷെല്ലിന് നമ്മൾ മെയിൻ ഷെൽസ് എന്നാണ് പറയുക. അപ്പം ഈ മെയിൻ ഷെല്ലുകളുടെ ഉള്ളിൽ കറസ്പോണ്ടിങ് സബ് ഷെൽസും ഉണ്ടെന്ന് സയൻറ്റിസ്റ്റിന് മനസ്സിലായി. അപ്പം ഏതൊക്കെ സബ് ഷെൽസാണ്? ആ സബ് ഷെൽസുകളെ അതായത് നമ്മളിപ്പോൾ ഒരു വലിയ ഒരു ബിൽഡിങ്ങിൽ ഓരോ നിലയിലും ഓരോ ഫ്ലോറിലും ഒരു പർട്ടിക്കുലർ നമ്പർ ഓഫ് റൂംസ് ഉണ്ടാവും. അല്ലെങ്കിൽ ഒരു അലമാരയുടെ ഉള്ളിൽ നമുക്കറിയാം അതിൻ്റെ ഉള്ളിൽ കുഞ്ഞു കുഞ്ഞു അറകളുണ്ടാവും. അപ്പം അതേപോലെ മെയിൻ ഷെല്ലിൻ്റെ ഉള്ളിൽ കുഞ്ഞു കുഞ്ഞു അറകളിലായിട്ടാണ് നമ്മളുടെ ഇലക്ട്രോൺസ് കാണുന്നത് എന്ന് നമ്മൾക്ക് കണ്ടുപിടിക്കാൻ കഴിഞ്ഞു. അപ്പം ആ സബ് ഷെൽസിൻ്റെ പേരാണ് S, P, D, F. എല്ലാം സ്മോൾ ലെറ്റർ എഴുതണം. S, P, D ആൻഡ് F. ഇതെങ്ങനെയാണ് വരുന്നതെന്ന് വെച്ചാൽ, ഫസ്റ്റത്തെ ഷെല്ല് നമുക്കറിയാം K ഷെല്ല്, ദ വാല്യൂ ഓഫ് n ഈസ് ഈക്വൽ ടു 1 അല്ലേ? അപ്പോൾ ഫസ്റ്റത്തെ ഷെല്ല് K ഷെല്ലിൽ എത്ര സബ് ഷെൽ ഉണ്ടാകും? ഇറ്റ് കണ്ടെയ്ൻ ഓൺലി 1 സബ് ഷെൽ. അത് ഏത് ഷെല്ലാണ്? S. രണ്ടാമത്തെ ഷെൽ ഏതാണ്? L ഷെൽ. L ഷെല്ലിൽ വാല്യൂ ഓഫ് n ഈസ് ഈക്വൽ ടു 2. സോ ഹൗ മെനി സബ് ഷെൽസ് ആർ ദർ? 2 സബ് ഷെൽസ് ആർ ദർ, which are they? S and P. Then third shell is M shell. Then the value of n is equal to 3. So the number of subshell is equal to 3. മൂന്നാമത്തെ ഷെല്ലിൽ എത്ര സബ്ഷെൽ ഉണ്ടാവും? 3 സബ്ഷെൽസ് ഉണ്ടാവും. Which are they? S, P, D. Similarly in N shell, that is fourth shell, value of n is equal to 4. How many subshells are there? There are 4 subshells are there, which are they? S, P, D and F. അപ്പോൾ ഇത്രയും കാര്യങ്ങളാണ് നമ്മൾ കഴിഞ്ഞ ക്ലാസ്സിൽ പഠിച്ചത്. സബ് ഷെല്ല്, അതായത് ഓരോ മെയിൻ ഷെല്ലിൻ്റെ ഉള്ളിലും സബ് ഷെൽസ് ഉണ്ട്. ഏതൊക്കെയാണ് ആ സബ് ഷെല്ല്? S, P, D, F. ഫസ്റ്റത്തെ ഷെല്ലിൽ 1, രണ്ടാമത്തെ ഷെല്ലിൽ 2 എണ്ണം എസും പിയും, മൂന്നാമത്തെ ഷെല്ലിൽ 3 എണ്ണം S, P, D ആൻഡ് നാലാമത്തെ ഷെല്ലിൽ 4 സബ് ഷെൽസ് S, P, D ആൻഡ് F. ഈ ഒരു രീതിയിലാണ് സബ് ഷെല്ലിൻ്റെ അറേഞ്ച്മെൻറ്റ്സ് ഉള്ളത്. ഇനി നമ്മൾ നോക്കാൻ പോകുന്നത്, നമുക്കറിയാം ഷെൽസിൽ
2n² എന്ന് വെച്ചിട്ടുള്ള ഒരു ഇക്വേഷൻ വെച്ചിട്ട് നമ്മൾ ഓരോ പർട്ടിക്കുലർ ഷെല്ലിലും എത്ര ഇലക്ട്രോൺസ് ഓക്യുപ്പൈ ചെയ്യുന്നു നമ്മൾ പറഞ്ഞിട്ടുണ്ട് അല്ലേ. അപ്പം അതേപോലെ സബ്ഷെൽസിലും എന്താണ്, ഒരു പർട്ടിക്കുലർ എമൗണ്ട് ഇലക്ട്രോൺസിനെ മാത്രമേ നമുക്ക് അക്കോമഡേറ്റ് ചെയ്യാൻ പറ്റുള്ളൂ. അത് എസ്സിൽ മാക്സിമം 2 ഇലക്ട്രോൺസിനെ അക്കോമഡേറ്റ് ചെയ്യാൻ പറ്റുള്ളൂ. അതേപോലെ തന്നെ പിയിൽ 6 ഇലക്ട്രോൺസിനെ മാക്സിമം കൊള്ളുള്ളൂ. ദെൻ ഡിയിൽ മാക്സിമം 10 ഇലക്ട്രോൺ. സിമിലർലി ഇൻ എഫ് ഇറ്റ് ഹാസ് 14 ഇലക്ട്രോൺസ് ഒക്യുപ്പ്. അപ്പം ഇങ്ങനെ ഇത്രയും ഇലക്ട്രോൺസിൻ്റെ ഒരു അക്കോമഡേഷൻ ഇങ്ങനെയാണ്. അതായത് എസ്സിൽ മാക്സിമം 2 ഇലക്ട്രോണേ കൊള്ളുള്ളൂ, പിയിൽ 6 ഇലക്ട്രോൺ, ഡിയിൽ 10 ഇലക്ട്രോൺ, എഫിൽ 14 ഇലക്ട്രോൺ. ഇത്രയും കാര്യങ്ങളാണ് നമ്മൾ കഴിഞ്ഞ ക്ലാസ്സിൽ പഠിച്ചത്. ഇന്ന് നമ്മൾ നോക്കാൻ പോകുന്നത് ഹൗ ടു റൈറ്റ് ദി സബ്ഷെൽ ഇലക്ട്രോണിക് കോൺഫിഗറേഷൻ. നമുക്ക് ഇലക്ട്രോണിക് കോൺഫിഗറേഷൻ അറിയാം. അതായത് ഫോർ എക്സാമ്പിൾ നമ്മൾ സോഡിയം പറയുന്ന സമയത്ത് സോഡിയം 11 എങ്ങനെയാണ്, ഹൗ വി ക്യാൻ റൈറ്റ് ദി ഇലക്ട്രോണിക് കോൺഫിഗറേഷൻ 281 എന്ന് നമ്മൾ എഴുതും. ഇത് മെയിൻ ഷെൽ ഇലക്ട്രോണിക് കോൺഫിഗറേഷനാണ്. Now we are going to discuss about the electronic configuration in terms of subshells. SPDF വെച്ചിട്ട് നമുക്ക് എന്ത് എഴുതണം, ഇലക്ട്രോണിക് കോൺഫിഗറേഷൻ എഴുതണം. അപ്പം അതാണ് നമ്മൾ പഠിക്കാൻ പോകുന്നത്. അതിനു മുമ്പ് ഒരു കാര്യം കൂടി, നമ്മളിപ്പം പറഞ്ഞതിന് ഒന്നും കൂടി ഡീറ്റെയിൽഡായിട്ട് പറഞ്ഞാൽ, നമ്മൾ പറഞ്ഞു, മിസ് പറഞ്ഞു, K shell, it is the first shell, n equal to 1. How many subshells are there? Yeah, one subshell which is S. അപ്പം ഫസ്റ്റ് ഷെല്ലിലെ എസ് സബ്ഷെൽ, പിന്നെ അതേപോലെ രണ്ടാമത്തത് എൽ ഷെൽ, ദ വാല്യൂ ഓഫ് n is equal to 2. ഹൗ മെനി സബ്ഷെൽസ് ആർ ദർ? എസ് ആൻഡ് പി. അപ്പം നോക്കുക, കെയിലും എല്ലിലും എമ്മിലും ഒക്കെ എസ് സബ്ഷെൽസ് ഉണ്ട്. അപ്പം ഏത് ഷെല്ലിൽ സബ്ഷെല്ലാണെന്ന് മനസ്സിലാക്കണമെങ്കിൽ നമ്മൾ വേറെ എന്തെങ്കിലും ഒരു കാര്യം കൂടി അതിലേക്ക് ആഡ് ചെയ്യണം. അപ്പം അതിന് വേണ്ടിയിട്ട് നമ്മൾ എന്ത് ചെയ്യും, ഫസ്റ്റത്തെ ഷെല്ല്, അതായത് കെ ഷെല്ലിലെ സബ്ഷെല്ല് എസ് ആണെന്ന് കാണിക്കാൻ വേണ്ടിയിട്ട് ഇതിനെ നമ്മൾ 1s എന്ന് പറയും. 1s. സോ 1s എന്ന് പറഞ്ഞാൽ അതിൻ്റെ മീനിങ് എന്താണ്, അത് ഫസ്റ്റത്തെ ഷെല്ലായ കെ ഷെല്ലിലുള്ള സബ്ഷെല്ലാണ്. അങ്ങനെയാണെങ്കിൽ നമ്മൾ എല്ലിലുള്ള സബ്ഷെൽസിനെ എങ്ങനെ നോട്ട് ചെയ്യണം, 2s 2p. ക്ലിയർ? 2s എന്ന് കണ്ടാൽ നമുക്ക് ക്ലിയർ ആവും. അതെ, ഇത് സെക്കൻഡ് ഷെല്ലായ എൽ ഷെല്ലിലുള്ള സബ്ഷെല്ലാണ്. 2p എന്ന് കണ്ടാൽ നമുക്ക് മനസ്സിലാവും ഇത് സെക്കൻഡ് ഷെല്ലായ എൽ ഷെല്ലിലുള്ള സബ്ഷെല്ലാണ്. ഇനി എം ഷെല്ലിൽ n is equal to 3 ആണ്. എത്ര സബ്ഷെൽസ് ഉണ്ട്? എസ് പി ഡി. അപ്പോൾ നമുക്കിതിനൊരു അഡ്രസ്സ് കൊടുക്കണം അല്ലേ. നമ്മൾ കറക്റ്റായിട്ടൊരു അഡ്രസ്സ് കൊടുത്താൽ നമുക്കതിനെ വേഗം മനസ്സിലാക്കാൻ പറ്റും. അപ്പം മൂന്നാമത്തെ ഷെല്ലിലാണെന്ന് മനസ്സിലാക്കാൻ നമ്മൾ എന്ത് കൊടുക്കുക, 3s 3p 3d. ഓക്കെ, അതേപോലെ എൻ ഷെല്ലിൽ എത്ര ഉണ്ട്, വാല്യൂ ഓഫ് n is equal to 4, എസ് പി ഡി എഫ്. അപ്പം നാലാമത്തെ ഷെല്ലിലുള്ള സബ്ഷെല്ലാണെന്ന് കാണിക്കാൻ വേണ്ടി 4s 4p 4d ആൻഡ് 4f. ഇനി മിസ് ഇവിടെ കുറച്ച് സബ്ഷെൽസ് എഴുതാം വിത്ത് ഇറ്റ്സ് അഡ്രസ്. സോ ക്യാൻ യു പ്ലീസ് ടെൽ ഇൻ വിച്ച് ഷെൽ ദേ ആർ? 3p എന്നുള്ള സബ്ഷെല്ലിൻ്റെ ഡീറ്റെയിൽസ്, 3p എന്ന് കണ്ടാൽ നമുക്ക് എന്തൊക്കെ കാര്യങ്ങൾ മനസ്സിലാവും? അത് തേർഡ് ഷെല്ലായ എം ഷെല്ലിലുള്ള സബ്ഷെല്ലാണ്. ഏത് സബ്ഷെല്ലാണ്? പി സബ്ഷെല്ലാണ്. അപ്പം ഈ 1s 2s എന്നൊക്കെ എഴുതുന്നത് ക്ലിയർ ആയി എന്ന് വിചാരിക്കുന്നു. ഇനി നമുക്ക് പഠിക്കാനുള്ളത് ഹൗ ടു റൈറ്റ് ദി സബ്ഷെൽ ഇലക്ട്രോണിക് കോൺഫിഗറേഷൻ എന്നാണ്. നമ്മൾ സാധാരണ 281 എങ്ങനെയല്ലേ എഴുതാറ്, പക്ഷേ നമ്മൾ സബ്ഷെല്ലിൽ ഇലക്ട്രോണിക് കോൺഫിഗറേഷൻ എഴുതുന്ന സമയത്ത് ആ സബ്ഷെല്ലിൻ്റെ മുകളിൽ ആണ് നമ്മൾ നമ്പർ ഓഫ് ഇലക്ട്രോൺസ് എഴുതേണ്ടത്. ഫോർ എക്സാമ്പിൾ ഞാൻ 1s എന്നെടുത്തു. 1s എന്ന് പറഞ്ഞാൽ ഫസ്റ്റത്തെ ഷെല്ലായ കെ ഷെല്ലിലുള്ള സബ്ഷെല്ലാണ് 1s. ഈ എസ്സിൽ ഇലക്ട്രോൺസ് ഉണ്ടെന്ന് വിചാരിക്കാം. നമുക്കറിയാം എസ്സിൽ മാക്സിമം എത്ര ഇലക്ട്രോൺസേ ഉണ്ടാവുള്ളൂ, 2 ഇലക്ട്രോൺസിനെ അക്കോമഡേറ്റ് ചെയ്യാൻ പറ്റുള്ളൂ. സപ്പോസ് ഇപ്പോൾ ഞാൻ ഒറ്റ ഇലക്ട്രോണെ എസ് സബ്ഷെല്ലിലുള്ളൂ എന്ന് വിചാരിക്കാം. ആ ഒരു ഇലക്ട്രോൺ എന്നുള്ളത് ഞാൻ മാർക്ക് ചെയ്യേണ്ടത് ഇതിൻ്റെ റൈറ്റിൽ ടോപ്പിലായിട്ടാണ്. നമ്മളിപ്പം സ്ക്വയർ അല്ലെങ്കിൽ x⁵5 എന്നൊക്കെ എഴുതൂലേ, അപ്പോൾ ആ raised-to-5 എന്ന് എഴുതുന്നത് പോലെ മുകളിലായിട്ട് റൈറ്റിൽ മുകളിലായിട്ടാണ് നമ്മൾ നമ്പർ ഓഫ് ഇലക്ട്രോൺസ് എഴുതേണ്ടത്. സോ 1s1 എന്ന് പറഞ്ഞാൽ ഇതിനർത്ഥം ഫസ്റ്റത്തെ സബ്ഷെല്ലായ 1sൽ എത്ര ഇലക്ട്രോൺ ഉണ്ട്? 1 ഇലക്ട്രോൺ ഉണ്ട് എന്നാണ് ഇതിൻ്റെ അർത്ഥം. ഇനി ഫസ്റ്റത്തെ സബ്ഷെല്ലായ
1s-ൽ 2 ഇലക്ട്രോൺ ഉണ്ടെന്ന് എങ്ങനെ എഴുതാം നമുക്ക്? 1s2. ഓക്കെ, 1s2. അപ്പോൾ ഇതിൻ്റെ അർത്ഥം എന്താണ്? ഫസ്റ്റത്തെ സബ്ഷെല്ലായ 1s-ൽ എത്ര ഇലക്ട്രോൺ ഉണ്ട്? 2 ഇലക്ട്രോൺ ഉണ്ട്. ഇനി 1s3 എന്ന് എഴുതാൻ പറ്റുമോ? ഇല്ല, കാരണം നമുക്കറിയാം എസ്സിൽ മാക്സിമം എത്ര ഇലക്ട്രോണിനെ അക്കോമഡേറ്റ് ചെയ്യാൻ പറ്റുള്ളൂ? 2 ഇലക്ട്രോണിനെ അക്കോമഡേറ്റ് ചെയ്യാൻ പറ്റുള്ളൂ. സോ 1s3 എന്നുള്ള കോൺഫിഗറേഷൻ തെറ്റാണ്. ഇങ്ങനെ ഒരു കോൺഫിഗറേഷൻ ഉണ്ടാവില്ല. ഓക്കെ, ഇനി എനിക്ക് രണ്ടാമത്തെ സബ്ഷെല്ലായ പിയിൽ 4 ഇലക്ട്രോൺ ഉണ്ട്. അതെനിക്ക് എങ്ങനെ എഴുതാൻ പറ്റും? 2p4. സോ 2p4 എന്ന് പറഞ്ഞാൽ അതിൻ്റെ അർത്ഥം 2p സെക്കൻഡ് ഷെല്ലിലെ 2p സബ്ഷെല്ലിൽ 4 ഇലക്ട്രോൺസ് ഉണ്ട് എന്നാണ്. ഓക്കെ, അപ്പം ഇങ്ങനെയാണ് നമ്മൾ ഇലക്ട്രോണിക് കോൺഫിഗറേഷൻ എക്സ്പ്രസ് ചെയ്യുക. ഇനി നമുക്ക് ഓരോ എലമെൻറ്റിൻ്റെയും കംപ്ലീറ്റ് ഇലക്ട്രോണിക് കോൺഫിഗറേഷൻ എങ്ങനെ എഴുതുമെന്ന് നോക്കാം. ഫോർ എക്സാമ്പിൾ, ഞാൻ ഹൈഡ്രജൻ വെച്ചിട്ട് തുടങ്ങുകയാണ്. ഹൈഡ്രജൻ ഓരോന്നിനെയും തുടങ്ങാം. ഹൈഡ്രജൻ നമുക്കറിയാം അറ്റോമിക് നമ്പർ 1 ആണ് അല്ലേ? അറ്റോമിക് നമ്പർ 1 ആണ്. സോ നമ്മൾ സാധാരണ മെയിൻ ഷെൽ ഇലക്ട്രോണിക് കോൺഫിഗറേഷൻ എന്താ വരിക? അതും 1 തന്നെയാണ് വരിക, കാരണം ആകെ ഒരു ഇലക്ട്രോണേ ഉള്ളൂ അല്ലേ? ഇനി അതിൻ്റെ സബ്ഷെൽ ഇലക്ട്രോണിക് കോൺഫിഗറേഷൻ എങ്ങനെയാണ് വരിക? ഒറ്റ ഇലക്ട്രോണേ ഉള്ളൂ. സോ കെ ഷെല്ലിലോ കെ അല്ലേ? കെയിൽ 1. അപ്പോൾ വെറും കെ എന്നുള്ള ഷെല്ല് മാത്രമേ ഉള്ളൂ. അപ്പം നമ്മൾ എന്ത് ചെയ്യണം? സബ്ഷെൽ ഇലക്ട്രോണിക് കോൺഫിഗറേഷനാണ്. അപ്പം നമ്മൾ അതിലുള്ള സബ്ഷെല്ല് വെച്ചിട്ടായിരിക്കണം തുടങ്ങേണ്ടത്. സോ കെ ഷെല്ലിലുള്ള സബ്ഷെല്ല് ഏതാണ്? 1s. ഈ 1s-ൽ എത്ര ഇലക്ട്രോൺ ഉണ്ട്? ഓൺലി 1 ഇലക്ട്രോൺ. സോ വാട്ട് ഈസ് ദ സബ്ഷെൽ ഇലക്ട്രോണിക് കോൺഫിഗറേഷൻ ഓഫ് ഹൈഡ്രജൻ? 1s1. സോ 1s1 എന്നാണ് നമ്മളുടെ ഹൈഡ്രജൻ്റെ ഇലക്ട്രോണിക് കോൺഫിഗറേഷൻ. ഓക്കെ, സബ്ഷെൽ ഇലക്ട്രോണിക് കോൺഫിഗറേഷൻ. ഇനി രണ്ടാമത്തെ എലമെൻ്റായ ഹീലിയം എടുക്കുക. ഹീലിയം വാട്ട് ഈസ് ദ അറ്റോമിക് നമ്പർ ഓഫ് ഹീലിയം? 2. സോ അറ്റോമിക് നമ്പർ 2 എന്ന് പറഞ്ഞാൽ ഹീലിയം ഈസ് ഹാവിങ് 2 ഇലക്ട്രോൺസ്. സോ വാട്ട് ഈസ് ദ മെയിൻ ഷെൽ ഇലക്ട്രോണിക് കോൺഫിഗറേഷൻ? ദാറ്റ് ഈസ് ഓൾസോ 2 അല്ലേ? വെറും 2 എന്ന്, കാരണം കെയിൽ 2 എണ്ണം ഇത്രയേ ഉള്ളൂ അതിൻ്റെ ഇലക്ട്രോണിക് കോൺഫിഗറേഷൻ. ഇനി ഹൗ ടു റൈറ്റ് ദി സബ്ഷെൽ ഇലക്ട്രോണിക് കോൺഫിഗറേഷൻ? ഈ 2 എന്നുള്ളതും കെ ഷെല്ലാണ് അല്ലേ? കെ ഷെല്ലിൽ 2. അപ്പോൾ കെ ഷെല്ലിൽ ഏത് സബ്ഷെല്ലാണുള്ളത്? 1s. 1s എന്ന് എഴുതി. 1s-ൽ എത്ര ഇലക്ട്രോൺ ഉണ്ട്? 2. 1s2. അപ്പോൾ 1s2 എന്നാണ് ഹീലിയത്തിൻ്റെ സബ്ഷെൽ ഇലക്ട്രോണിക് കോൺഫിഗറേഷൻ. ഇനി മൂന്നാമത്തത് ഞാൻ ലിഥിയം എടുത്തു. ലിഥിയത്തിൻ്റെ ആറ്റോമിക് നമ്പർ 3 ആണ്. സോ ഹൗ മെനി ഇലക്ട്രോൺസ് ഹാവ് ലിഥിയം? ഇറ്റ് ഹാസ് 3 ഇലക്ട്രോൺസ്. ഓക്കെ, 3 ഇലക്ട്രോൺസ്. സാധാരണ മെയിൻ ഷെൽ ഇലക്ട്രോണിക് കോൺഫിഗറേഷൻ എന്ത് വരും? 2,1 എന്ന് വരും. കെയിൽ 2 എണ്ണം, എല്ലിൽ 1. ഇനി നമുക്കതിൻ്റെ സബ്ഷെൽ ഇലക്ട്രോണിക് കോൺഫിഗറേഷൻ എഴുതണം. കെ ഷെല്ലുണ്ട് അല്ലേ? അപ്പോൾ കെ ഷെല്ലിൽ ഏത് സബ്ഷെല്ലാണുള്ളത്? 1s. 1s-ൽ എത്ര ഇലക്ട്രോൺ ഉണ്ട്? 2. ഇനി മൂന്നാമത്തെ മൊത്തം 3 ഇലക്ട്രോൺ ഉണ്ട്. അപ്പോൾ 2 എണ്ണത്തിനും നമ്മൾ എഴുതി. ഇനി ഒരു ഇലക്ട്രോണിനെ കൂടി നമുക്ക് എഴുതണം. അതിലിനിപ്പോൾ 1s-ൽ സ്ഥലമുണ്ടോ? ഇല്ല, 1s ഫുള്ളായിട്ടുണ്ട്. സോ 1s കഴിഞ്ഞാൽ നേരെ എങ്ങോട്ട് പോകും? എല്ലിലേക്ക് പോകും അല്ലേ? എല്ലിൽ ഏതൊക്കെ സബ്ഷെൽസ് ആണുള്ളത്? 2s ഉണ്ട്, 2p ഉണ്ട്. പക്ഷേ ഇവിടെ ആകെ എത്ര ഇലക്ട്രോണേ ഉള്ളൂ? എൽ ഷെല്ലിൽ ആകെ ഒരു ഇലക്ട്രോണേ ഉള്ളൂ. അപ്പം എനർജി കുറഞ്ഞ ആൾക്കായിരിക്കണം ആദ്യം പോകേണ്ടത്. ആദ്യം ഇലക്ട്രോൺ ഫില്ല് ചെയ്യാം. അപ്പം എസ്സിനാണ് കമ്പയർ ടു PDF ഏറ്റവും കുറവ് എനർജി ഉള്ളത്. സോ എസ്സിൽ ഫില്ല് ചെയ്തിട്ട് കഴിഞ്ഞാൽ മാത്രമേ എങ്ങോട്ട് പോകുള്ളൂ? പിയിലേക്ക് പോവുള്ളൂ. സോ എങ്ങോട്ട് പോകും? ആ ഒരു ഇലക്ട്രോൺ 2s1ലേക്ക് പോകും. 2pയിൽ ഇവിടെ ഒന്നും ഇല്ലാത്തതുകൊണ്ട് നമുക്ക് എന്ത് എഴുതേണ്ട ആവശ്യമില്ല. നമുക്കിവിടെ എന്തെഴുതേണ്ട ആവശ്യമില്ല? 2p എന്ന് എഴുതേണ്ട ആവശ്യം ഇല്ല. ഓക്കെ, 2p എന്ന് എഴുതാം. അപ്പോൾ നമുക്ക് ലിഥിയത്തിൻ്റെ ഇലക്ട്രോണിക് കോൺഫിഗറേഷൻ എങ്ങനെ എഴുതാം? ലിഥിയം 3 1s2 2s1. ഇതിൻ്റെ ഇടയിൽ കോമയൊന്നും ഇടാൻ പാടില്ല കേട്ടോ. കോമ ഇടാൻ പാടില്ല. 1s2 2s1. ഇനി അടുത്ത എലമെൻ്റ് ഏതാണ്? ലിഥിയം. ബെറീലിയം ആറ്റോമിക് നമ്പർ 4 ആണ്. സോ ഹൗ മെനി ഇലക്ട്രോൺ? ഇറ്റ് ഹാവ് 4 ഇലക്ട്രോൺ ഉണ്ട്. മെയിൻ ഷെല്ലാകുന്ന സമയത്ത്
2 എന്നല്ല ഇലക്ട്രോണിക് കോൺഫിഗറേഷൻ വരാം. കെ ഷെല്ലിൽ 2 എണ്ണം, എൽ ഷെല്ലിൽ 2 എണ്ണം. അപ്പം അതിൻ്റെ സബ്ഷെൽ ഇലക്ട്രോണിക് കോൺഫിഗറേഷൻ എങ്ങനെ വരും? കെ ഷെല്ലിലുള്ള സബ്ഷെല്ലാണ് 1s. 1s എത്ര ഇലക്ട്രോൺ ഉണ്ട്? 2. അത് കഴിഞ്ഞു, എസ് ഫുള്ളായി. ഇനി അതിൽ സ്ഥലമില്ല. ഇനിയും 2 ഇലക്ട്രോണിനും കൂടി നമുക്ക് അക്കോമഡേറ്റ് ചെയ്യാനുണ്ട്. ആ 2 ഇലക്ട്രോൺ അടുത്ത ഷെല്ലിലേക്ക് പോകും, എല്ലിൽ ഏതൊക്കെ സബ്ഷെല്ലാണുള്ളത്? 2s 2p ഉണ്ട് അല്ലേ? അപ്പോൾ അതിൽ ഏറ്റവും എനർജി കുറവുള്ള എസ് ആണ്. എസ്സിൽ ഫില്ല് ചെയ്തിട്ടേ പിയിലേക്ക് പോവുള്ളൂ. എസ്സിൽ എത്ര ഇലക്ട്രോൺ വേണം? ബാക്കി 2 എണ്ണം. ഓക്കെ, 2 എണ്ണം. ഈ പിയിൽ ഇലക്ട്രോൺ ഇല്ല, അപ്പോൾ നമുക്ക് പി എഴുതേണ്ട ആവശ്യമില്ല. സോ നമുക്ക് ബെറീലിയത്തിൻ്റെ ഇലക്ട്രോണിക് കോൺഫിഗറേഷൻ എങ്ങനെ എഴുതാം? 1s2 2s2. ഇനി അഞ്ചാമത്തത് ബോറോൺ. 5 ആണ് ആറ്റോമിക് നമ്പർ. മെയിൻ ഷെൽ ഇലക്ട്രോണിക് കോൺഫിഗറേഷൻ എങ്ങനെ വരും? 2,3 വരും. 2,3 വരും. കെ ഷെൽ, എൽ ഷെൽ. സബ്ഷെൽ ഇലക്ട്രോണിക് കോൺഫിഗറേഷൻ എങ്ങനെ വരും? കെ ഷെല്ലിലുള്ള സബ്ഷെൽ 1s ആണ്. 1sൽ 2 ഇലക്ട്രോൺ ഉണ്ട്. പിന്നെ എൽ ഷെല്ലിൽ 3 എണ്ണം ഉണ്ട്. എല്ലിലുള്ള സബ്ഷെൽസ് 2s-ഉം 2p-യും ആണ്. 2sൽ എത്ര ഇലക്ട്രോൺ കൊള്ളും? 2 എണ്ണം കൊള്ളും. എന്നാലും ഒന്നും കൂടി ഇനി കൊടുക്കണം. അപ്പം ഇനി 2sൽ കൊള്ളൂല, 2s ഫുള്ളായി. അപ്പോൾ ബാക്കിയുള്ള ഒന്ന് എങ്ങോട്ട് പോകും? ബാക്കിയുള്ള ഒന്ന് 2pയിലേക്ക് പോകും. സോ 2p1. അപ്പം 1s2 2s2 2p1. ഇതാണ് ബോറോണിൻ്റെ ഇലക്ട്രോണിക് കോൺഫിഗറേഷൻ. ഇനി കാർബൺ 6. ഓക്കെ, കാർബൺ 6. മെയിൻ ഷെൽ ഇലക്ട്രോണിക് കോൺഫിഗറേഷൻ 2,4 എന്ന് വരും. അപ്പോൾ എങ്ങനെ വരും? 1 കെ ഷെല്ലിൽ 2 എണ്ണം, എൽ ഷെല്ലിൽ 4 എണ്ണം. കെ ഷെല്ലിലുള്ള സബ്ഷെല്ലാണ് 1s. 1sൽ 2 എണ്ണം. എൽ ഷെല്ലിലുള്ള സബ്ഷെല്ലാണ് 2s-ഉം 2p-യും. സോ 2sൽ 2 എണ്ണം, 2p-യിൽ 2 എണ്ണം. 1s2 2s2 2p6. ഇതാണ് കാർബണിൻ്റെ സബ്ഷെൽ ഇലക്ട്രോണിക് കോൺഫിഗറേഷൻ. അപ്പോൾ ഇങ്ങനെയാണ് നമ്മൾ എന്തെഴുതുക? ഇലക്ട്രോണിക് കോൺഫിഗറേഷൻ എഴുതുക. ഓക്കെ, ഇങ്ങനെയാണ് നമ്മൾ ഇലക്ട്രോണിക് കോൺഫിഗറേഷൻ എഴുതാറ്. 1 സെക്കൻഡ്. ഓക്കെ, ഇനി ഒരു സോഡിയം. കൺസിഡർ സോഡിയം Na. 11 ആണ് atomic number. So how many electrons are there in sodium? Sodium, it is 11 electrons are there അല്ലേ? മെയിൻ ഷെൽ ഇലക്ട്രോണിക് കോൺഫിഗറേഷൻ 281 ആണ്. 281. ഇതിനെ സബ്ഷെൽ ഇലക്ട്രോണിക് കോൺഫിഗറേഷൻ ആക്കി എഴുതണം. ഇത് കെ ഷെൽ, ഇത് എൽ ഷെൽ, ഇത് എം ഷെൽ. കെ ഷെല്ലിൽ എത്ര ഇലക്ട്രോൺ ഉണ്ട്? 2. എത്ര സബ്ഷെൽ ഉണ്ട്? 1. 1s ആണ്. 1s2. എല്ലിൽ 8 എണ്ണം ഉണ്ട്. 2s 2p 2s2 2p6. 6 2 8ആയി. ഇനി കണ്ടോ, എമ്മിൽ ഒന്നും കൂടി ഉണ്ട്. അപ്പം എം എന്ന് പറയുമ്പം ആരാണ്? 3, തേർഡ് ഷെല്ലാണ്. സോ 3s ഉണ്ട്, 3p ഉണ്ട്, 3d ഉണ്ട്. ഇവിടെ ഒരൊറ്റ ഇലക്ട്രോണേ ഉള്ളൂ. സോ 3s1. ബാക്കിയൊന്നും 3p ഒന്നും ഇല്ലാത്തതുകൊണ്ട് എഴുതേണ്ട ആവശ്യമില്ല. സോ വാട്ട് ഈസ് ദ സബ്ഷെൽ ഇലക്ട്രോണിക് കോൺഫിഗറേഷൻ ഓഫ് സോഡിയം? 1s2 2s2 2p6 3s1. അപ്പം ഇങ്ങനെയാണ് ഇലക്ട്രോണിക് കോൺഫിഗറേഷൻ എഴുതുക. അപ്പോൾ നിങ്ങൾക്ക് മനസ്സിലായി എന്ന് വിചാരിക്കുന്നു. അപ്പം എല്ലാവരും ഈ ക്ലാസ് കഴിഞ്ഞതിന് ശേഷം ഫസ്റ്റത്തെ 18 എലമെൻസിൻ്റെ ഇലക്ട്രോണിക് കോൺഫിഗറേഷൻ, സബ്ഷെൽ ഇലക്ട്രോണിക് കോൺഫിഗറേഷൻ എഴുതുക. ഓക്കെ, ദാറ്റ് ഈസ് യുവർ ഹോംവർക്ക്. താങ്ക് യു ഓൾ.